ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു സൈലം. അപ്പോൾ CGLന്റെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണോ അല്ലേ? അതിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങളും നിങ്ങൾ അറിഞ്ഞാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് SSC സെക്ഷണൽ ടൈമിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഇനി മുതൽ ഓരോ സെക്ഷനും കൃത്യമായിട്ടുള്ള സമയം അവരനുവദിക്കും. അപ്പോൾ CGL എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഓരോ സെക്ഷനും നമുക്ക് 15 മിനിറ്റ് എന്നുള്ള സമയമാണ് തരുന്നത്. അതായത് റീസണിങ് എഴുതാനും ഇംഗ്ലീഷ് എഴുതാനും മാത്സ് എഴുതാനും GK എഴുതാനും നമുക്കിനി 15 മിനിറ്റ് ആണ് കിട്ടുക. അതായത് 25 ചോദ്യങ്ങൾ നമുക്കിനി 15 മിനിറ്റിൽ ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന 15 മിനിറ്റിനകത്ത് മുഴുവൻ ചോദ്യങ്ങളും, റീസണിങ്ങിലെ മുഴുവൻ ചോദ്യങ്ങളും, അതായത് 50-ൽ 50 എങ്ങനെ നമുക്ക് നേടാമെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? റൈറ്റ്. അപ്പോൾ ആക്ച്വലി ഈ പറയുന്ന സെക്ഷണൽ ടൈമിംഗ് വന്നതോടുകൂടെ ഇപ്പം ചില GK ക്വസ്റ്റനൊക്കെ 1 ലൈൻ ആയിരിക്കും അല്ലേ, ഒറ്റയടിക്ക് നമുക്ക് വായിച്ചതും ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇംഗ്ലീഷിലും അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പം നമ്മൾ അവിടെയൊക്കെ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യും ചില ചോദ്യങ്ങൾ. അവിടുത്തെ സമയം ലാഭിച്ചിട്ട് നമ്മൾ മാത്സിനും അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പസിലൊക്കെ ചെയ്യാൻ വേണ്ടി റീസണിങ്ങിനൊക്കെ കൊടുക്കാറുണ്ട്. ഇനി ആ ഒരു സമ്പ്രദായം ഇല്ല എന്നുള്ളതാണ് അല്ലേ. എല്ലാത്തിനും കൃത്യമായിട്ട് 15 മിനിറ്റ് എന്നുള്ള സമയമാണ്. അപ്പം നമുക്ക് ആ 15 മിനിറ്റിനകത്ത് തന്നെ കൃത്യമായിട്ട് ഓരോ സബ്ജക്റ്റിലെ ചോദ്യങ്ങളും സോൾവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിലോട്ട് നമുക്ക് പോയാലോ? റൈറ്റ്. അപ്പോൾ മൊത്തം നമ്മൾ നമ്പേഴ്സ് ആയിട്ട് നോക്കുമ്പോൾ 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം എത്രയാണ്? 15 × 60 സെക്കൻഡാണ്. അതിനെ 25 ചോദ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ചോദ്യം ചെയ്യാൻ കിട്ടുന്നത് 36 സെക്കൻഡുകളാണ്. അപ്പൊ 36 സെക്കൻഡുകൾ കൊണ്ട് സുഖമായിട്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ചില ചോദ്യങ്ങൾ ചെയ്യാൻ വെറും 5 സെക്കൻഡ്സ് മതി അല്ലേ. ചില കോംപ്ലിക്കേറ്റഡ് പസിലുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് സമയം എക്സ്ട്രാ ആവും. പക്ഷേ 5 സെക്കൻഡിൽ ചെയ്യേണ്ട ഒരു ചോദ്യം കൃത്യമായിട്ട് 5 സെക്കൻഡിൽ തന്നെ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ സേവ് ചെയ്യുന്ന 31 സെക്കൻഡ്സ് നമുക്ക് സുഖമായിട്ട് വേറെ ചോദ്യങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ പ്രോപ്പർ പ്ലാനിങ്ങോടുകൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന 15 മിനിറ്റിനകത്ത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 25 ചോദ്യങ്ങളും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 15 സെക്കൻഡ് നമ്മളൊരു കാര്യത്തിന് നോക്കുക. അതിൽ കൂടുതൽ നമ്മൾ ചെലവഴിക്കാൻ പാടില്ല ചില ചോദ്യങ്ങൾക്ക്. അതായത് ഒരു കോൺസെപ്റ്റ് ക്രാക്ക് ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ നമുക്ക് സീരീസോ അല്ലെങ്കിൽ അനോളജി നമ്പർ അനോളജി പോലുള്ള ടോപ്പിക്കുകൾ നമ്മൾ നോക്കും. ഒരു 15 സെക്കൻഡ് മാക്സിമം നമ്മൾ നോക്കിയിട്ട് നമുക്കൊരു പ്രോപ്പർ ക്ലാരിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ലോജിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരുപാട് സമയം അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ 15 സെക്കൻഡിൽ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ചില ചോദ്യങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. അതായത് നമ്മളിങ്ങനെ ആലോചിക്കണം, ഇത് എന്തായിരിക്കും ലോജിക്ക് കിട്ടിയില്ല, 15 സെക്കൻഡായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് സ്കിപ്പ് ചെയ്തിട്ട് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് അടുത്ത ചോദ്യത്തിലോട്ട് പോകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ സമയം പോകുന്ന അറിയില്ല പല ആൾക്കാരും ആദ്യമായിട്ട് എക്സാം എഴുതുന്നതായിരിക്കും, അപ്പൊ തന്നെ ടൈമറും വന്നു. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് സമയം നമ്മുടെ നിന്ന് പോകും അല്ലേ. അപ്പൊ അങ്ങനെ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങൾ പിന്നീട് ഉണ്ടാവും, അതിലോട്ട് നമുക്ക് എത്താൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ 15 സെക്കൻഡ് എന്ന് പറയുന്ന ആ ഒരു ടൈം ലിമിറ്റ് നിങ്ങൾ മനസ്സിലാദ്യമേ സെറ്റ് ചെയ്യുക. അതിൽ കൂടുതൽ ലോജിക്ക് ക്രാക്ക് ചെയ്യാനാണ്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഒരു ചോദ്യം ഇപ്പോൾ ഡയറക്ഷൻ ഒരു ചോദ്യം അത് ഓൾറെഡി 15 സെക്കൻഡിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് നമുക്ക് ചെയ്യാം അല്ലെ. അതൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവുക. എല്ലാ കോൺസെപ്റ്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. മനസ്സിലായില്ലേ? റൈറ്റ്. യെസ്. ഇനി നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയോ? നമ്മുടെ റീസണിങ്ങിനെ പ്രോപ്പറായിട്ട് ഒന്ന് സ്ട്രക്ചർ ചെയ്യണം. എന്തൊക്കെ ചോദ്യങ്ങൾ, അതിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം ആക്ച്വലി. അതായത് റാപ്പിഡ് വിൻസ്, അതായത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ റാൻഡം ആയിട്ട് 5 സെക്കൻഡ് കൊടുത്തോന്നുള്ളൂ. ചിലപ്പോൾ 7 ആവും, ചിലപ്പോൾ 3 ആവാം. ഓക്കെ. അപ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക? അതായത് നമ്മുടെ നോൺ വെർബൽ റീസണിങ്ങിൽ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മിറർ ഇമേജ്, വാട്ടർ ഇമേജ് വെൻ ഡയഗ്രാം, അതുപോലെ തന്നെ ക്യൂബ്സ് ആൻഡ് ഐസ്. ഇതൊക്കെ നമുക്ക് ഒറ്റയടിക്ക് അറിയാം. രണ്ടിന്റെ ഓപ്പോസിറ്റ് ഇന്ന നമ്പർ ആണ് എന്ന് പറയാൻ നമുക്ക് 2-3 സെക്കൻഡ് തന്നെ ധാരാളം. അപ്പൊ അങ്ങനെ റാപ്പിഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറെ ടോപ്പിക്കുകളുണ്ട്. ഇത് കൂടാതെ ചിലപ്പോൾ കോഡിംഗ് ഡീകോഡിംഗ് ആയിരിക്കും. അതെന്താ? ചിലപ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കും ഡയറക്റ്റ് ആയിട്ട് ഒന്ന് കൂടുന്നതായിരിക്കാം, ചിലപ്പോൾ റിവേഴ്സ് ചെയ്തതായിരിക്കാം. അപ്പൊ അത്തരത്തിലുള്ള വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകൾ നമുക്കിവിടെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ കോർ ലോജിക്ക് മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട നമുക്ക് ടോപ്പിക്കുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന് 15 സെക്കൻഡ് 15 to 20 എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പൊ അവിടെ ഏതൊക്കെയാണ്? ഇപ്പൊ സിലോജിസം റാങ്കിങ് ആൻഡ് ഓർഡറിങ്, ഡയറക്ഷൻ, ബ്ലഡ് റിലേഷൻ കലണ്ടർ ക്ലോക്ക്. അപ്പൊ ഇവിടെയൊക്കെ കൃത്യമായിട്ടുള്ള കോൺസെപ്റ്റുകൾ നമുക്കുണ്ട്. അപ്പൊ സിലോജിസത്തിന്റെ കൃത്യമായിട്ടുള്ള ഡെഫിനിറ്റ് കൺക്ലൂഷൻ ആണ്. അപ്പൊ ഇന്നതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രോപ്പർ പ്രാക്ടീസും കൂടെ വരുമ്പോൾ ഈ കോർ ലോജിക്ക് ഉള്ള ടോപ്പിക്കുകൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ.
കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അത് പ്രോപ്പർ പ്രാക്ടീസും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സമയം, അല്ലെ, ഒരു റാൻഡം നമ്പർ കൊടുത്തു 15 to 20 എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഇനി അതുപോലെ തന്നെയാണ് ഒരുപാട് സമയമെടുക്കുന്ന, അതായത് ചിലപ്പോൾ ഈ പറയുന്ന ബ്ലഡ് റിലേഷൻ തന്നെ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കാം, അല്ലെ? റാങ്കിങ് ആൻഡ് ഓർഡറിങ് തന്നെ ചിലപ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. സീരീസ് നേരത്തെ പറഞ്ഞു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സീരീസ്, കോഡിംഗ് ഡീകോഡിംഗ് ചിലപ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം, അല്ലെ? അപ്പൊ അങ്ങനെ നമ്മുടെ സമയം കളയാൻ വേണ്ടിയിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് പിന്നീട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് പസിൽ, സീറ്റിംഗ് അറേഞ്ച്മെന്റ് പോലെയുള്ള, അല്ലെ, അത് വലിയ ചോദ്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സമയം അതിന് ഡെഡിക്കേറ്റ്, അല്ലെങ്കിൽ ഏകദേശം ഒരു 45 seconds അല്ലെങ്കിൽ 45 to 1 minute എന്നുള്ള രീതിയിൽ നമുക്ക് ആക്ച്വലി ചോദ്യങ്ങളെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും, അല്ലെ? അപ്പൊ നമ്മൾ കംപ്ലീറ്റ് സിലബസ് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഏതൊക്കെയാണ് ഈ 5 സെക്കൻഡ് അല്ലെങ്കിൽ അത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുക, ഏതൊക്കെയാണ് ഒരു മീഡിയം ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുക, ഏതൊക്കെയാണ് ഈ പറയുന്ന പോലെ നമ്മുടെ ടൈം കൺസ്യൂമിംഗ് ആയിട്ട് വരിക, ഇത് കൃത്യമായിട്ട് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ചില സീരീസ് 5 സെക്കൻഡിൽ ചെയ്യാം, ചിലത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് വരും, അപ്പൊ അത് ഒരുപാട് ടൈം എടുക്കുന്നതാണ്, അല്ലെ? അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കണം. അഗൈൻ ഞാൻ വീണ്ടും പറയുകയാണ്, പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്, പ്രൊവൈഡഡ് ലോജിക്കുകളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, റൈറ്റ്. അപ്പോൾ പേപ്പർ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ലൈക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ അവിടെ ഉണ്ടാവും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കോഡിംഗ്, അതുപോലെ തന്നെ സീരീസ്, അനോളജി, ക്ലാസിഫിക്കേഷൻ, അത് നമ്പർ, ലെറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരും, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് 5 സെക്കൻഡിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതുമാണ്, കൺഫ്യൂസിങ് ആവുന്നതുമാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് പ്ലേസ് വാല്യൂസ്, എല്ലാ ലെറ്റേഴ്സിന്റെയും പ്ലേസ് വാല്യൂസ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. എഴുതി വെക്കാന്ന് പറയുന്ന പരിപാടി ഇല്ല. നമ്മളെപ്പോഴും ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് പേര് ചോദിക്കും, ഇത് എഴുതി വെച്ചാൽ പോരെ, A1 B2, അല്ലെ? ആദ്യമേ പേപ്പർ കിട്ടി നമ്മൾ എഴുതി വെക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, എഴുതുന്നു. അങ്ങനത്തെ പരിപാടി പാടില്ല. ഈസി ആയിട്ട് A മുതൽ Z വരെയുള്ള ലെറ്റേഴ്സിന്റെ നമ്പറുകൾ എങ്ങനെ ഓർത്ത് വെക്കണം നമ്മൾ ഓൾറെഡി പല ക്ലാസ്സുകളിൽ പറഞ്ഞല്ലേ, യൂട്യൂബിൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ തന്നെ കാണണമെന്നും ഞാൻ പറയും, നിങ്ങൾ ഇഷ്ടമുള്ള വീഡിയോകൾ കാണാം. അൾട്ടിമേറ്റ്ലി 26 ലെറ്റേഴ്സിന്റെയും പ്ലേസ് വാല്യൂസ് എപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്ക് അറിയണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഓപ്പോസിറ്റ് ലെറ്ററുകൾ, അല്ലെ? അതുപോലെ തന്നെ കോഡിംഗ് ഡീകോഡിങ്ങിലൊക്കെ ചിലപ്പോൾ റിവേഴ്സ് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു വാക്കിനെ കോഡ് ചെയ്തിട്ട് ആ സെയിം ലെറ്റേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, സിംപ്ലി റിവേഴ്സ് ചെയ്തതായിരിക്കാം. അതൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ആ സമയത്ത് ചിന്തിക്കണം എന്നുള്ളതാണ്, നമ്മൾ ചിന്തിക്കില്ല. പിന്നീട് നോക്കുക നമ്മുടെ സീരീസ്. അപ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒട്ടുമിക്ക ചോദ്യങ്ങളും, ഒട്ടുമിക്ക സീരീസിലെ ചോദ്യങ്ങളും ഡിഫറൻസ് തന്നെ, അതും ഫസ്റ്റ് ഡിഫറൻസ് തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. ഡിഫറൻസ് എടുക്കാൻ മടിയാ, അല്ലെ? അപ്പോൾ ഡിഫറൻസ് പെട്ടെന്ന് എടുക്കുക എന്ന് പറയുന്നത് എപ്പോഴാണ്, നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് കൂടുമ്പോഴാണ്, അല്ലെ? നമ്മൾ കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ സ്പീഡ്, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പോൾ കാൽക്കുലേഷൻ സ്പീഡ് നമുക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സീരീസ് അതിപ്പോ ഒരു ഡിഫറൻസിൽ കിട്ടും, വളരെ പെട്ടെന്ന് കിട്ടും. ചില സമയത്ത് 2 എടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ സ്ക്വയറിന്റെ അടുത്ത്, ക്യൂബിന്റെ അടുത്ത്, അല്ലെങ്കിൽ പ്രൈം നമ്പറിന്റെ സീരീസ് ആയിരിക്കാം, പ്രൈം നമ്പർ ഡിഫറൻസ് വരാം. അപ്പൊ അത്തരത്തില് ഉള്ള ചോദ്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ സീരീസ്, അല്ലെ, നമ്പർ സീരീസ് പോലുള്ള ടോപ്പിക്കുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് കൃത്യമായിരിക്കണം. നല്ല രീതിയിൽ പ്രാക്ടീസ് നമുക്ക് വേണം. അതുപോലെ തന്നെ പിന്നീട് പറഞ്ഞ കാര്യം എന്താ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, സ്ക്വയർ, അതുപോലെ തന്നെ ക്യൂബ് നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്, ഇവരെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് വേണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമുക്ക് അറിയുക എന്നുള്ളതല്ല, നമുക്കൊരു ചോദ്യം കിട്ടുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഓടി വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ ഒരു മൊമെന്റിൽ നമ്മൾ ഡിഫറൻസ് എടുത്തു, അല്ലെ? സീരീസിന്റെ ഡിഫറൻസ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുക, അതെങ്ങനെയാ ഡിഫറൻസ് ഇങ്ങനെ വന്ന്, ഓക്കെ ഇത് പ്രൈം നമ്പർ ആണോ എന്ന് നമ്മുടെ മനസ്സിൽ കത്തി വരണം, അല്ലെങ്കിൽ ഓടി വരണം. ദാറ്റ് ഈസ് എ തിങ്. അപ്പൊ അതിന് പ്രോപ്പറായിട്ട് നമ്മളിത്, അല്ലെ, നമ്മൾ എഫേർട്ട് എടുത്ത്, ഓക്കെ ഇത് പ്രൈം ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ക്യൂബ് ഉണ്ട്, ഇവിടെ സ്ക്വയർ ഉണ്ട്, അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് സീരീസ് ആയിരിക്കാം. അത്തരത്തിൽ നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ട്രിക്കുകളൊക്കെ ഉള്ളൂ സീരീസ്. നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ, അല്ലെ? അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ അതൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സീരീസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. എല്ലാ ചോദ്യങ്ങളും വളരെ കോംപ്ലിക്കേറ്റഡും ടൈം കൺസ്യൂമിംഗ് ഒന്നും അല്ല.
ഒരു 90% ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. എപ്പോഴാണ് ഈസി ആവുന്നത്? നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് വളരെ പെട്ടെന്നാവും, അല്ലെങ്കിൽ നല്ല രീതിയിലാവുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് മുതൽ തന്നെ ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? പ്രോപ്പറായിട്ട് കുറേ നമ്പേഴ്സ് എടുക്കുക, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, ആഡ് ചെയ്യുക, ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ തന്നെ ചെയ്യുക, പെട്ടെന്ന് ചെയ്യുക, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇതാ, ഇഫ് എ ലോജിക് ഫെയിൽസ് ടു ഷോ വിത്തിൻ 15 സെക്കൻഡ്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അതിപ്പോൾ എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു 15 സെക്കൻഡ് എടുത്ത് നമുക്ക് കൃത്യമായിട്ട് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നീട് അതിലകത്ത് ഇരിക്കരുത്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ എനിക്ക് പറ്റുന്നതല്ലേ, ഇത് വെറും സീരീസ് അല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്ന് പോകരുത്. സമയം പോകുന്നത് അറിയില്ല. തുടക്കക്കാരാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ സമയം പോകുന്നതേ അറിയില്ല. ഇപ്പം ഏതൊരു എക്സാം കഴിഞ്ഞാലും കുട്ടികളോട് ചോദിക്കും എല്ലാം എളുപ്പമാണ്, സമയം പോരായിരുന്നു, അല്ലെ? എന്നും പറയുന്നത് അതാണ്, സമയം പോരായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സമയം പോരാതാവുന്നത് എപ്പോഴാണ്? അനാവശ്യമായിട്ട് ചില ചോദ്യങ്ങൾക്ക് സമയം കളയുമ്പോഴാണ്. അപ്പം അങ്ങനെ അനാവശ്യമായിട്ട് സമയം കളയാൻ ഇപ്പം നമ്മുടെ കയ്യിൽ സമയമില്ല. ആകെ 15 മിനിറ്റ് 25 ചോദ്യങ്ങളാണ്, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 15 സെക്കൻഡ് നോക്കുക, അതിൽ നമുക്ക് പ്രോപ്പറായിട്ട് ലോജിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് സ്കിപ്പ്. അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? പിന്നീട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ട്. അതായത് ഇമേജ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, നോൺ വെർബൽ റീസണിങ്, അല്ലേ? അപ്പോൾ അവിടെ നോക്കുക, മിറർ ഇമേജ്, വാട്ടർ ഇമേജ്, ഒന്നുമില്ല, മിറർ ലെഫ്റ്റ് ആൻഡ് റൈറ്റും മാറും, ഇതാണ് ഒരു ടോപ്പിക്. അങ്ങനെയുള്ള ചോദ്യങ്ങളും ചോദിക്കും. അത് ഫിഗറുകൾ അല്ലാതെ ലെറ്റേഴ്സ് തരാം, നമ്പേഴ്സ് തരാം. അപ്പോൾ ലെഫ്റ്റും റൈറ്റും മാറും എന്ന് പറയുന്ന ബേസിക് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ വാട്ടർ ഇമേജ് ആകുമ്പോൾ എന്താ, തലതിരിയും എന്ന് പറയുന്ന ബേസിക് കോൺസെപ്റ്റ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നീട് നോൺ വെർബൽ റീസണിങ് അല്ലെങ്കിൽ വിഷ്വൽ റീസണിങ്ങിൽ വരയ്ക്കാൻ നിൽക്കൊന്നും വേണ്ട. പേപ്പർ കട്ടിങ്, ഫോൾഡിങ് പോലെയുള്ള ടോപ്പിക്കുകളിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, വരയ്ക്കുകയൊക്കെ ചെയ്യും ചില ആൾക്കാർ. ഇതിങ്ങനെ വന്ന് ഒന്നും ആവശ്യമില്ല. എപ്പോഴും നമ്മൾ ഫിഗർ സീരീസിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഫിഗർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വരുമ്പോൾ യെസ്, ഓപ്ഷൻ എലിമിനേഷൻ ആണ് ഏറ്റവും നല്ല കാര്യം. ഏതാണ് റൈറ്റ് ആൻസർ എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്, കാരണം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും ഏറ്റവും നല്ല കാര്യം ആരൊക്കെ ആവില്ല എന്ന് പറയാനാണ്. അപ്പോൾ ഓപ്ഷൻ എലിമിനേഷൻ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ ടോപ്പിക്കുകളിലും കോൺസെപ്റ്റുകളിലും നമുക്ക് ഈ പറയുന്നത് പോലെ ചില ഓപ്ഷൻ എലിമിനേഷൻ ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്നാലും എല്ലാത്തിലും നമ്മൾ ഓപ്ഷൻ എലിമിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലേ, നമ്മൾ മനസ്സിൽ വെക്കണം. ബട്ട് എന്നാലും നോൺ വെർബലിലോട്ട് വരുമ്പോൾ, വിഷ്വൽ റീസണിങ്ങിലോട്ട് വരുമ്പോൾ കൂടുതൽ നിങ്ങൾ ഓപ്ഷൻ എലിമിനേഷൻ മനസ്സിലോട്ട് കൊണ്ടുവരണം. അല്ലാതെ വരച്ചു നോക്കിയിട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികൾ വരയ്ക്കുന്നത്, ഒരിക്കലും നിങ്ങൾ അത്തരത്തിൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് നമുക്ക് ഇവിടെ ഉള്ളൂ, അല്ലെ? പേപ്പർ കട്ടിങ്, ഫോൾഡിങ് ആയിക്കോട്ടെ, ഫിഗർ അനോളജി, ഫിഗർ ക്ലാസിഫിക്കേഷൻ, അവിടെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. ചെറിയ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ക്യൂബ്സ് ആൻഡ് ഡൈസിന്റെ ട്രിക്കുകൾ നമുക്കുണ്ട്, അല്ലെ? 2 ഫേസുകൾ ഇങ്ങനെയാണെങ്കിൽ എന്താണ് ഓപ്പോസിറ്റിൽ വരിക, അല്ലെ? 2 ഫേസ് ഒരേപോലെ ആണെങ്കിൽ മൂന്നാമത്തെ ഓപ്പോസിറ്റ് ഒറ്റ കഴിഞ്ഞു. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരും. ഇതൊക്കെ ഈ പറയുന്ന പോലെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അല്ലെ? അതുപോലെ തന്നെ ഫിഗർ സീരീസിന്റെ ട്രിക്കുകളുണ്ട്. 2-3 ഫിഗറിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ, എലമെന്റ്സ് എങ്ങനെ മാറി, അത് നോർമൽ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ 1-2 മിനിറ്റ് ഒക്കെ എടുക്കും. പക്ഷെ നമ്മൾ പറയുന്ന ട്രിക്ക് യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന 5-6 സെക്കൻഡ് മതി അതിന്. നിങ്ങൾക്കറിയാം, യൂട്യൂബിൽ അതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട്, ക്ലാസ്സുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മളത് സോൾവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കാം, അത് ചെയ്യാൻ കിട്ടുന്നുണ്ടോ നോക്കാം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? റൈറ്റ്. പിന്നീട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കോർ ലോജിക്കുകളുടെ കോൺസെപ്റ്റുകളാണ്. പ്രധാനപ്പെട്ട, അല്ലെ, കോർ ലോജിക്കുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സിലോജിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെൻ ഡയഗ്രങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ വരയ്ക്കുക, ഡെഫിനിറ്റ് കൺക്ലൂഷനിൽ എന്തൊക്കെ ചെയ്യണം. ഇപ്പോൾ പോസിബിലിറ്റി ഡയഗ്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ വരയ്ക്കാറില്ല, ഡെഫിനിറ്റ് തന്നെയാണ്. ഇനി പോസിബിലിറ്റി ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്, അത്തരത്തിൽ നമ്മൾ കാര്യങ്ങളെ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലേ? അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി പ്രോപ്പർ പ്രാക്ടീസും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ 15 സെക്കൻഡിലൊക്കെ അകത്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ബ്ലഡ് റിലേഷൻ, അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് ഈ പറയുന്നത് പോലെ എങ്ങനെയാണ് ഫാമിലി ട്രീ വരയ്ക്കുക, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങളുണ്ട്, അല്ലേ? അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. ഇനി ഈ പറയുന്ന ബ്ലഡ് റിലേഷനിൽ തന്നെ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന കാര്യമാണ് നമ്മുടെ കോൺവേഴ്സേഷൻ ടൈപ്പ്, സംഭാഷണ രീതിയിലുള്ള ചോദ്യങ്ങൾ. അതൊക്കെ എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, ബ്ലഡ് റിലേഷനിലെ ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ കോഡഡ് ബ്ലഡ് റിലേഷൻ ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാനുള്ള ധാരാളം ട്രിക്കുകളുണ്ട്, അല്ലേ? അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ.
പിന്നീട് നമ്മുടെ ഡയറക്ഷനാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് യൂഷ്വലി അവിടെ ചോദിക്കാറുള്ളത്. അപ്പോൾ അതിൽ പൈത്തഗോറസ് തിയറം നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ, ചരിഞ്ഞൊക്കെ സ്ലാൻഡ് ചെയ്തിട്ടൊക്കെ ഡിസ്റ്റൻസ് വരുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനീഷ്യൽ ഡയറക്ഷൻ മാത്രം ചോദിക്കുന്നു, ഫൈനൽ ഡയറക്ഷൻ മാത്രം ചോദിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പ്രത്യേകം ട്രിക്കുകളുണ്ട് അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ല. പിന്നീട് റാങ്കിങ് ആൻഡ് ഓർഡറിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് നമുക്കുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു സിംഗിൾ പേഴ്സന്റെ കാര്യമാണെങ്കിൽ L+R-1 ടോട്ടൽ ആണ്. 2 ആൾക്കാരുണ്ടെങ്കിൽ അല്ലേ, അത് 2 കേസ് ഉണ്ട് നമുക്ക്, മാക്സിമം മിനിമം കേസ് ഉണ്ട്. മാക്സിമം ആണെങ്കിൽ L+R+B ആണ് ടോട്ടൽ എന്ന് പറയുന്നത്, മിനിമം ആണെങ്കിൽ L+R-B-2 ആണ് ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ അതുപോലെ ഇന്റർചേഞ്ചിങ് കേസ്, അങ്ങനെ ഫിക്സ്ഡ് നമ്പർ ഓഫ് കോൺസെപ്റ്റുകളെ നമുക്കുള്ളൂ അവിടെ. അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് പ്രോപ്പർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സമയത്തിനകത്ത് നിസാരം നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നീട് അനലിറ്റിക്കൽ റീസണിംഗാണ്, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെന്റ് അസംഷൻസ് അല്ലേ. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കുട്ടികൾ പറയാറുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെ വരുന്നില്ല, തെറ്റിപ്പോകുന്നു. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ കോർ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവിടെയും പറയാനുള്ള കാര്യം. അപ്പോൾ കോർ ലോജിക്കുകൾ അല്ലേ, അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അത് പ്രോപ്പറായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനും ഈസി ആയിട്ട് എന്ത് ചെയ്യാനും പറ്റും, സോൾവ് ചെയ്യാനും പറ്റും. മനസ്സിലായില്ലേ? റൈറ്റ്. പിന്നീട് നമ്മൾ കാണുന്ന ചോദ്യം എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ്. അപ്പോൾ ഇത് നമ്മുടെ ബോർഡ് മാസ് റൂൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതലേ അല്ലേ പഠിക്കുന്ന കാര്യമാണ്. ബ്രാക്കറ്റ് ഓർഡർ അല്ലെ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ബോർഡ് മാസ് റൂൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നീട് നമ്മുടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ കൈൻഡ് ഓഫ് ചോദ്യങ്ങൾ വരുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഡിവിഷൻ പോസിബിൾ ആണോ അല്ലെ. ഡിവിഷൻ അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അത് നമുക്ക് LHS ഒരു ഹോൾ നമ്പർ ആണെന്ന് വിചാരിക്കുക, 82 ആണ്, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ. RHS നമുക്കൊരു ഒരു ഹോൾ നമ്പർ, ഒരു ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത 82 എന്ന് പറയുന്ന നമ്പറാണ്. അപ്പം നമുക്കറിയാം ലെഫ്റ്റ് സൈഡിൽ ഒരിക്കലും ഡെസിമൽ പോയിന്റ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 7/2 എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ആൻസർ ആവാൻ സാധ്യമില്ല, അവിടെ 0.5 ഉണ്ടാവും. ഇനിയിപ്പോൾ അങ്ങനെ വന്നാലും എന്ത് ചെയ്യണം, ആ 0.5 കളയുന്ന ഒരാൾ മൾട്ടിപ്ലൈ ചെയ്യണം. 7/2 × 4 ഉണ്ടെങ്കിൽ ഈ 2ഉം 4ഉം പോയിട്ട് അല്ലേ അവിടെ 2ന്റെ ഇഫക്റ്റ് കുറയ്ക്കും, അല്ലെങ്കിൽ അവിടെ പോയിന്റ് ഇല്ലാതാവും. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ ട്രിക്കുകൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതെല്ലാം പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ യൂണിറ്റ് ഡിജിറ്റ് അല്ലേ, നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആൻസറുകൾ വരിക എന്ന് ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്ന ചോദ്യങ്ങൾ ഇപ്പോൾ റീസെന്റ് വന്ന ചോദ്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ബട്ട് ഞാൻ ഈ പറയുന്ന ഒരു ബാഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ എക്സ്ട്രീം സിറ്റുവേഷൻ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ചോദ്യം, ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫ്ലിംഗ് ഒക്കെ വരുന്ന ചോദ്യം നമ്മൾ എങ്ങനെ നേരിടും എന്നുള്ളതാണ് ആക്ച്വലി ഇവിടെ പറയുന്നത്. ക്ലിയർ അല്ലേ? റൈറ്റ്. അതുപോലെ തന്നെ നമ്മൾ 2 തവണ ഓടിച്ചൊന്ന് നോക്കുക എന്നുള്ളതാണ്. എൻറ്റയർ എക്സാം നമുക്ക് 2 തവണ ഒന്ന് കറങ്ങാൻ പറ്റണം. അപ്പം നമ്മൾ ഡുവൽ പാസ് സ്ട്രാറ്റജി എന്നാണ് ഇതിനെ പറയുന്നത്. ഒന്നുമില്ല, വെറുതെ പേര് ഒന്നുമില്ല, 2 പ്രാവശ്യം വരും, അത്രേ ഉള്ളൂ, 2 പ്രാവശ്യം പാസ് ചെയ്യുക. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു 8 ഇത് ഓരോ വ്യക്തിയും അല്ലേ, ഇപ്പം എൻ്റെ ഷർട്ട് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പാവോ ചോദിച്ചാൽ ഇല്ല, ഒന്നുമില്ലെങ്കിൽ കുറച്ച് നൂലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒന്ന് ടൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം. ദാറ്റ്സ് അപ് ടു യു അല്ലേ. നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടേതായ രീതിയിലുള്ള ഒരു പ്ലാൻ അത് നിങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്കൊരു റെഫറൻസ് ടെംപ്ലേറ്റ് തരിക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇന്നത്തെ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. എല്ലാ ആൾക്കാർക്കും ഒരേ രീതിയിൽ ഫിറ്റ് ഇൻ ചെയ്യുക എന്ന് പറയുന്നത് വിച്ച് ഇസ് ഇംപോസിബിൾ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഏകദേശം ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യത്തെ പാസിൽ, അതായത് ഒരു 8 മിനിറ്റ് ഒക്കെ സമയത്തിൽ നമ്മൾ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടുപിടിച്ച് ഒറ്റയടിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളെല്ലാം മനസ്സിലാക്കി അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പം അതിൽ നമ്മൾ ഈ പറഞ്ഞ നോൺ വെർബലിലെ കാര്യങ്ങളൊക്കെ പെടും. ക്യൂബ്സ് ആൻഡ് ഡൈസ് ഒക്കെ നമ്മൾ പറഞ്ഞു. റാങ്കിങ് ആൻഡ് ഓർഡറിൽ സിമ്പിൾ ചോദ്യങ്ങളൊക്കെ അതിൽ പെടാം, സിലോജിസം പെടാം, ഡയറക്ഷൻ അല്ലേ. അത്തരത്തിൽ സിമ്പിളായിട്ട് ഈസി ആയിട്ട് സോൾവ് ചെയ്യേണ്ട ചോദ്യങ്ങൾ നമുക്ക് വരും. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഇത് എന്താണ് കോൺസെപ്റ്റ് എന്ന് മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യുമല്ലോ. അത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അടുത്ത സമയത്ത് പ്രോപ്പറായിട്ട് ഒരു 8 മുതൽ 12 മിനിറ്റ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ചോദ്യങ്ങൾ, അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോഡിങ്, ഡീകോഡിങ്, സീരീസ്, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത സ്റ്റേജിലോട്ട് വെക്കുക. മനസ്സിലായില്ലേ? പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇപ്പോൾ പസിൽ, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അത് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അവർ വരികയാണെങ്കിൽ ഒരു 12 മുതൽ 14 മിനിറ്റ് എന്ന് പറയുന്ന ഒരു ടൈമിൽ
അല്ലെ, അവസാനത്തെ ഒരു 2 മിനിറ്റ് നമുക്ക് ആ തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, മാറ്റിവെക്കാം. മനസ്സിലായില്ലേ? പിന്നെ അവസാനം 1 മിനിറ്റിൽ ഒന്ന് ഓടിച്ച് എല്ലാം കൂടെ നോക്കുക, എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആണോ എന്നുള്ള രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ. ഇത് ഓരോ ഇൻഡിവിജ്വലിനും അവരവരുടെ രീതിയിൽ അല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾട്ടർ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും പ്രോപ്പറായിട്ട് അനുയോജ്യമായിട്ട് ഫീൽ ചെയ്യുന്നത് അക്കോർഡിംഗ്ലി നിങ്ങളത് മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഓൾറെഡി ഒരു പ്ലാൻ വേണം. ഇതൊന്നുമില്ല നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ, ചില ചോദ്യങ്ങൾ നമ്മൾ ഒരുപാട് ടൈം എടുക്കും, സ്വാഭാവികമായിട്ട് ടൈമർ ഔട്ട് ആവും, അടുത്ത സെക്ഷനിലോട്ട് പോകും അല്ലേ, നമുക്ക് എല്ലാ ചോദ്യങ്ങളും കാണാൻ പോലും പറ്റില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു അബദ്ധം ആരും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് ദയവേദോടെ പറയാനുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ കാര്യങ്ങൾ പ്രാക്ടീസ് നമുക്ക് അല്ലെ ഒരു 2-2.5 മാസം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന സ്ട്രാറ്റജികൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് മോക്കുകൾ ചെയ്ത് നോക്കുക ടൈമർ വെച്ചിട്ട്. അപ്പോൾ നിങ്ങളത് അല്ലെ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റൈല് ഫ്രെയിം ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. റൈറ്റ്? ഓക്കെ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഫുൾ മാർക്ക് നേടാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു കോർ കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, അവിടെ ഷോർട്ട് കട്ടുകൾ ഉണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലെ. നോൺ വെർബൽ റീസണിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ നമ്പേഴ്സ് ലെറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ സീരീസിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് അല്ലെ, കാൽക്കുലേഷൻ സ്പീഡ് നമ്മൾ കൂട്ടണം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെയിലി സെക്ഷൻ ടൈമിംഗ് വെച്ചിട്ടുള്ള ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് പ്രോപ്പറായിട്ട് ടൈമർ വെച്ചിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറയുന്ന ഒരു 15 മിനിറ്റിൽ 5 ചോദ്യം ആയിക്കോട്ടെ, നോ ഇഷ്യൂസ് അറ്റ് ഓൾ, ഒരു പ്രശ്നവുമില്ല. അത് പോസിറ്റീവായിട്ട് നിങ്ങൾ വെൽക്കം ചെയ്യുക. എഗെയിൻ വീണ്ടും അല്ലേ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ അല്ലേ? അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നിങ്ങൾ എപ്പോഴും നമ്മൾ എന്താ ചെയ്യാന്നറിയോ, ടെസ്റ്റ് ചെയ്യും, മാർക്ക് കിട്ടും, പോവും. നോ, യു ഹാവ് ടു എന്ത് ചെയ്യണം, അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യണം. പ്രോപ്പറായിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം, എവിടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ പറ്റിയത്, നമ്മൾ എന്തിനാണ് ഇവിടെ ഇത്രയും സമയം എടുക്കുന്നത്, അതിന് കുറച്ചുകൂടെ നല്ല ട്രിക്കുകൾ ഉണ്ടോ അല്ലെ. അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അനാലിസിസ് നടത്തണം, ബ്രേക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മൾ വീണ്ടും അല്ലെ നെക്സ്റ്റ് ഡേ വീണ്ടും ഇംപ്രൂവ് ചെയ്തിട്ട് അടുത്ത ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിൽ റെഗുലറായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ യു വിൽ സീ കൃത്യമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് അനായാസം നിങ്ങൾക്ക് റീസണിങ്ങിൽ 25 ചോദ്യങ്ങളും ഈ 15 മിനിറ്റിനകത്ത് സോൾവ് ചെയ്ത് റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്തിരിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിന് ഒരു തർക്കവുമില്ല. ബട്ട് യു ഹാവ് ടു ഫോളോ ഓൾ ദീസ് തിങ്സ്. മനസ്സിലായോ? റൈറ്റ്. ഇനി കൂടുതൽ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ റീസണിംഗ് വിത്ത് അരുൺ എന്ന് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ QR കോഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? റൈറ്റ്. പിന്നീട് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ SSC ഓഫ്ലൈൻ ബാച്ചസ് അല്ലെ, ഓഫ്ലൈൻ ക്ലാസ്സുകളായിട്ട് വീണ്ടും വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഫ്രീ വർക്ക്ഷോപ്പുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെ സെൻറ്ററുകളിലാണ്, ഏതൊക്കെ സമയത്താണ് നടക്കുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ. കാലിക്കറ്റ് 15 മുതൽ 24 വരെയാണ് ജൂണ്, പാലക്കാട് 17 മുതൽ 26 വരെ, ട്രിവാൻഡ്രം 22 മുതൽ 1 വരെ, കൊല്ലം 24 മുതൽ 3 വരെ, കണ്ണൂർ 26 ജൂലൈ മുതൽ ജൂലൈ 5 വരെ, ജൂൺ 26 മുതൽ ജൂലൈ 5 വരെ, എറണാകുളം ജൂൺ 29 മുതൽ ജൂലൈ 8 വരെ, ആലപ്പുഴ ജൂൺ 30 മുതൽ ജൂലൈ 9 വരെ. അപ്പോൾ അതത് സെൻറ്റേഴ്സിൻ്റെ അല്ലേ കോൺടാക്ട് ഡീറ്റെയിൽസും കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എവിടെ പോകണമെന്നൊക്കെ മനസ്സിലാക്കാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണം അല്ലേ. ഇത് ഫ്രീ ആയിട്ട് വർക്ക്ഷോപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവുക, എത്തരത്തിലായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക അല്ലേ, നമുക്കിത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇത് നിങ്ങൾ വിചാരിച്ച പോലെ തന്നെയാണോ ഇത് ഉണ്ടാവുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഫ്രീ വർക്ക്ഷോപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ കാണുന്ന QR ഒന്ന് സ്കാൻ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഇത് സ്കാൻ ചെയ്യുക. റൈറ്റ്. അതുപോലെ തന്നെ നമ്മുടെ CGL എക്സാമിന് ഞാൻ ഓൾറെഡി പറഞ്ഞു 2.5 മാസമാണുള്ളത്. അപ്പോൾ അവസാന നിമിഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ പഠിച്ച കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിനായിട്ട് നമ്മുടെ സൈലത്തിൻ്റെ ഏറ്റവും പുതിയ ബാച്ചാണ് CGL സ്മാർട്ട് റിവിഷൻ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 1499 രൂപയാണ്. ജൂൺ 12-നാണ് ക്ലാസ് ആരംഭിക്കുക. ഓക്കെ അല്ലേ? സോ ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലും അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എന്തെങ്കിലും ഡൗട്ടോ കൺസേൺസോ ഉണ്ടെങ്കിൽ. കൂടാതെ വേറെ എന്ത് കാര്യങ്ങളും, അതായത് കൺഫ്യൂഷൻസും ഡൗട്ടും കൺസേണും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് പറഞ്ഞാൽ മതി. നമ്മളതെല്ലാം എന്ത് ചെയ്യുന്നുണ്ടാവും, സോൾവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.